ഇപ്പൊ നോക്കുന്ന കണ്ടു. പിന്നെ ഷാൾ കൊണ്ട് അയാളുടെ തലയിലെ മുറിവിൽ കെട്ടി. പിന്നെ സഹായത്തിനായി ചുറ്റും നോക്കി. അത് കണ്ടപ്പോൾ എന്നിലെ മനുഷ്യസ്നേഹി ഉണർന്നു. ഞാൻ വണ്ടി സൈഡാക്കി ഓടി അവളുടെ അരികിലെത്തി. അയാളെ മെല്ലെ പിടിച്ചുയർത്തി. പിന്നെ അതിലെ പോയ ഓട്ടോ കൈ കാണിച്ചു നിർത്തി. ഞാനും അവളും അയാളെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഞാൻ സംസാരിക്കാൻ ചെറിയ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാളകത്തേക്ക് കൊണ്ടുപോയതും ഞാൻ അവളുടെ മുന്നിലേക്ക് മാറിന്നുകൊണ്ട് ചോദിച്ചു, പേടിക്കാനൊന്നുമില്ലെന്ന് തോന്നുന്നു. അല്ല, കുട്ടിയുടെ ആരാണത്? അവൾ ബാഗിൽ നിന്ന് കർച്ചീഫ് എടുത്തുകൊണ്ട് കയ്യിലെ ബ്ലഡ് എല്ലാം തുടച്ചുകൊണ്ട് എന്നെ നോക്കി. എന്റെ ആരുമില്ല, വഴിയിൽ കിടക്കുന്ന കണ്ടപ്പോ എത്തിച്ചു, അത്രയുള്ളൂ. ഞാൻ കുറച്ചു നേരം അങ്ങനെ നിന്നുപോയി. ഇങ്ങനെയും പെൺകുട്ടികളുണ്ടോ? ആണായ ഞാൻ പോലും മടിച്ചു നിന്നതാണ്. എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ പോവാൻ കേട്ടോ, ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ നടന്നു നീങ്ങി. അവൾ നടന്നു മറയുന്നവരെ ഞാൻ അങ്ങനെ നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞു. ഓഫീസിലേക്ക് പോകുന്ന സമയത്തെല്ലാം എന്റെ മനസ്സിൽ അവളായിരുന്നു. അവൾ ആരാണെന്നോ പേരെന്താണെന്നോ പോലും ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അവളെ പിന്നീട് കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. അതും മറ്റൊരു വ്യത്യസ്ത കാഴ്ചയോടെ. ഞാൻ സിറ്റിയിലെ ഒരു കഫേയിൽ ക്യാപിച്ചിനോ നുണയുമ്പോഴാണ് അവൾ അവിടെ കയറി വരുന്നത് കണ്ടത്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അതായിരുന്നില്ല. അവളുടെ കൂടെ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച 10ഓളം തെരുവ് കുട്ടികൾ. അവളൊരു കോർണറിലെ ഒരു ടേബിളിന്റെ അടുത്ത് പോയി നിന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം അവിടെ ഇരുത്തിക്കൊണ്ട് അവളൊരു ചെയർ വലിച്ച് അവരുടെ അടുത്തിരുന്നു. എല്ലാവർക്കും ക്യാപ്ച്ചിനോയും ചോക്ലേറ്റ് കേക്കും ഓർഡർ ചെയ്തു. ഇതെല്ലാം നോക്കിയിരുന്നപ്പോഴാണ് ഒരു വെയിറ്റർ അവിടെ അവളുമായി തർക്കിക്കുന്ന ഞാൻ കണ്ടത്. ഞാൻ മെല്ലെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ഇതുപോലുള്ള കുട്ടികൾ അവിടെ ഇരുത്തിയാൽ നല്ല കസ്റ്റമേഴ്സ് അവിടേക്ക് വരില്ലത്രേ. ഞാൻ വെയിറ്റർ മെല്ലെ പറഞ്ഞു വിട്ടു. അവളെ നോക്കി ചിരിച്ചു. എന്നെ അറിയോ? നമ്മളൊരിക്കൽ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഓർമ്മയുണ്ട്, ഞാൻ ഈവനിങ് അവിടെ പോയിരുന്നു. പിന്നെ ഇന്നെന്റെ ഫസ്റ്റ്